കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. പോടാ പെരക്കത്ത് പോടാ പോ പെരക്കത്ത് പോ എടി കൊച്ചേ, നീ വസ്തു ഭാഗം ചെയ്യാൻ വന്നാന്നോ ഇവന്റെ വസ്ത്രം ഭാഗം ചെയ്യാൻ വന്നാണോ? എടാ ഇറക്കാ പുതിയ ഉടുപ്പും മുണ്ടും ഒക്കെ ഇട്ടോണ്ട് വരാ, നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാതെ. ഞാൻ എന്തിനു ഉടുപ്പും മുണ്ട് വിടുന്നത്? എനിക്ക് എന്താ ഉണ്ട്? അവളോട് ഉപ്പിട്ട് തരാൻ പറ അമ്മാവ. എന്തോരം ഞാൻ ഉപ്പിട്ട് തരുന്നത് അമ്മാവൻ അറിയാവല്ലോ. 7 കൊല്ലം മുമ്പ് ഒരു പഞ്ചാബിൽ നിന്ന് ഒരാൾ വന്നപ്പോ ഞാൻ പോയി, ശരിയാ. എന്നിട്ട് ഈ മനുഷ്യൻ എന്നെ പറ്റി ഒന്ന് തിരക്കിയോ? അറിയത്തില്ലടാ അതൊന്നും. പറഞ്ഞ കേട്ടില്ല അമ്മാവ, തിരക്കിയോ? ഞാൻ ചോദിച്ചതന്നെ, തിരക്കിയോ? ഇനി ആ തിരക്കിയിട്ട് നിരക്കുവാ ഇവിടെ. അമ്മാവ നിങ്ങൾ പറഞ്ഞത് ഇവിടെ തിരക്കില്ലെന്ന്. 8 വർഷത്തിന് മുമ്പ് ഞാൻ പണിക്ക് പോയ സമയത്ത് ഒരു പഞ്ചാബി ഒരുത്തൻ ഇവിടെ പോയി ശരിയാ പോയി. പക്ഷെ അമ്മാവ ഞാൻ അന്തസ്സായിട്ട് അവിടെ ജീവിക്കുന്നത്. വലിയൊരു കുടുംബത്താണ് ഞാൻ ചെന്ന് കയറിയത്. അറിയാവോ, എന്റെ അമ്മായിയമ്മ ഒരു പട്ടാണിയാ. എന്റെ അമ്മായിമ്മ പട്ടാണിയാന്ന് നിന്റെ അമ്മായിപ്പനും തൊട്ട് കടലയാന്നോ? കടല കാര്യമല്ല പറഞ്ഞത്. ഈ പട്ടാണി എന്ന് പറയുന്നത് പഞ്ചാബത്തിലെ വലിയൊരു വിഭാഗമാ, നല്ല കുടുംബക്കാരാ. അങ്ങനെ മോനെ, ഈ പട്ടാണി എന്ന് പറയുന്ന സംഭവം ഉണ്ട് അവിടെ. അവരുടെ പേരിന്റെ കൂടെ പഠാൻ എന്നൂടെ ചേർത്താ പറയുന്നത്. എനിക്ക് അവിടെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, ടുട്ടു പഠാൻ. വായിക്കാത്തൊരു പൂരം പറപ്പിക്കാതെ കാര്യം പഠിച്ചല്ല. എടാ എന്റെ കൂട്ടുകാരൻ അവിടെ ഉണ്ടായിരുന്നു, ഒരു ടുട്ടു പഠാൻ. ഞാനും അവനും കൂടെ ആയിരുന്നു ഈ ഗുജറാത്തിന്റെ അതിർത്തിയിലെ ഈ കടൽ സൈഡിൽ നിന്ന് ഇരുമ്പയിര് ഖനനം ചെയ്യുന്ന പരിപാടിയായിരുന്നു. അങ്ങനെ ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു 5-6 മാസം ഈ ഗുജറാത്തിലുണ്ടായിരുന്നു ഇരുമ്പയിര് ഖനനം ചെയ്യാനായിട്ടും. അങ്ങനെ ഞാൻ കുഴിക്കും, മണ്ണ് വാരിയിടും, കുഴിക്കും, മണ്ണ് വാരിയിടും. എന്നിട്ട് കിട്ടിയോ? ഒരു ഇരുമ്പും കിട്ടിയില്ല, ഒരു അയിരും കിട്ടിയില്ല. എന്നെ അങ്ങനെ തളർത്താനൊന്നും നോക്കണ്ട. ഒന്നുമില്ലാത്ത കുടുംബത്തിലല്ലേ ഞാൻ ചെന്ന് കയറിയത്. അവർക്കാണെങ്കിൽ ഇഷ്ടം പോലെ സ്വത്ത്, കണ്ണ് മൂടാൻ പറ്റാത്ത പാടങ്ങള്, എന്തെല്ലാം കൃഷിയുണ്ടെന്നറിയാവോ? ചോള കൃഷിയുണ്ട്, ഉള്ളി കൃഷിയുണ്ട്, സബോള കൃഷിയുണ്ട്, പിന്നെ ക്യാബേജിന്റെ കൃഷിയുണ്ട്. നിനക്ക് പഞ്ചാബിലല്ലേ കൃഷി? അല്ല എന്റെ മുഖത്തൊന്നും അല്ലല്ലോ കൃഷി, ഇങ്ങോട്ട് വെള്ളം നനയ്ക്കാനായിട്ട്. അതാ ഞാൻ പറഞ്ഞത്, ഞങ്ങള് വിചാരിക്കണം ഇവരെന്തേലും തിന്നണോ കുടിക്കണോ. എന്റെ ഉലുവേ ഉള്ളിയൊക്കെ കയറ്റിയിട്ടില്ലെങ്കിലേ നിങ്ങൾ ഇവിടെ ജീവിക്കുന്നത് കാണാം. ഇവിടെ പഞ്ചാബിക്ക് അവിടെ എത്ര കൃഷി ഉണ്ടെന്നുണ്ടെങ്കിൽ അവനെന്തിനായിട്ട് ഇവിടെ കമ്പളിപ്പിക്കാൻ വന്നത്? കമ്പിളിയൊന്നുമല്ല, എന്റെ അമ്മാവ അത് കൈത്തെറിയാ. പഞ്ചാബി കയ്യിലാന്ന് തെറി, ഇവിടെ വായിലാ തെറി. അതാ കൈത്തെറി വായ്ത്തെറിന്നല്ല ഞാൻ പറഞ്ഞത്. അത് ഈ പരുത്തിയാ, പരുത്തി. പഞ്ചാബി പരുത്തി കൃഷിയുണ്ട്. പിന്നെ കേരളത്തിലൊക്കെ ഉരുട്ടി കൃഷി. ഉരുട്ടി പരുത്തി എന്നല്ല പറഞ്ഞത്. അതായത് ഇങ്ങനെ ഈ കൈ വെച്ച് നെയ്യുന്നത്. ഞങ്ങൾ ഈ പഞ്ചാബിൽ നിന്ന് ഇങ്ങനെ നെയ്ത് കേരളത്തിൽ കൊണ്ടുവന്ന് വെക്കും. ഹിന്ദിക്കാരൻ നിന്നെ വിളിച്ചപ്പോ എന്തിനാണ് ഹിന്ദിക്കാരനെ പറയാൻ നീ പോയത്? എന്റെ അമ്മാവൻ അറിയാവോ, അയാൾ എന്നെ ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോ പറയുവാ, आप बहुत सुंदर है, तू मेरा रानी है, मैं तुम्हारा राजा है. എനിക്ക് പറയത്തില്ലായിരുന്നു എനിക്ക് ആങ്ങളെ ഉണ്ട് ഹേന്ന്. അപ്പോഴത്തേക്ക് ഞങ്ങൾ ഈ കേരളത്തിന്റെ ബോർഡർ കടന്നു പോയി. ദൈവമേ എന്തൊരു കഷ്ടമാന്ന് പറഞ്ഞാട്ട്. കല്യാണം പോലും ഇയാൾ കഴിച്ചിട്ടില്ല. ഇയാൾക്ക് എന്തോ ഇപ്പൊ ഈ വീടും വസ്തു, പുതിയ വീട് വെച്ച് താമസിക്കണം, നിങ്ങൾക്ക് എന്തോ ഇത്ര നിർബന്ധം? എടാ ഇതാ പറഞ്ഞത്. എടാ ആവുന്ന കാലത്ത് ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വരാൻ പാടില്ലായിരുന്നു. വയസ്സ് 19-16 ആയില്ലോടാ. എടാ ഈ പ്രായത്തിൽ നീ ഒറ്റാന്തടിയായിട്ട് നിൽക്കുന്നുണ്ടല്ലോ ഇവിടെ പറയുന്നത് നിനക്ക് വീടും കൂടും വേണ്ടെന്ന്. അമ്മാനെ ഞാൻ കല്യാണം കഴിക്കാത്തൊരു കാരണം എന്താ അറിയാമോ? അമ്മാൻ എന്റെ കൈവെള്ളാലോട്ട് പോയിക്കേ. നീ തഴമ്പ് കേട്ടോ. എന്തുണ്ട് തഴമ്പ്? ഇത് പാറമണ പണി ചെയ്ത് ഞാൻ പ്രായമായതിന്റെ ഇവളെ നോക്കാൻ വേണ്ടി പ്രായമായതിന്റെ തഴമ്പായാൽ ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ഇവളെ വളർത്തിയത്, അറിയാവോ? ചുമ്മാ അറിയില്ലയോ? ചുമ്മാ ഒന്നുമല്ലടി. അമ്മാരുടെ കാര്യം പറ്റിട്ട് ഒരു കാര്യം പറയാം. ഇവിടെ പറഞ്ഞില്ലേ ഞാൻ കല്യാണം കഴിച്ചില്ല എന്ന് പറഞ്ഞില്ലേ? അമ്മ ഒരു പെണ്ണ് എൻ്റെ കൂടെ വരാൻ തയ്യാറാണ്. അവള് വരണമെന്നുണ്ടെങ്കിൽ അവിടെ പുതിയ വീട് വെച്ച് കൊടുക്കണം. ഇവൾ അറിഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു തരത്തില്ല. അതുകൊണ്ട് ഇവളോട് പറയല്ലേ ഞാൻ കല്യാണം കഴിക്കാൻ പോവാന്ന്. കാര്യം ഇത് എന്നോട് പറഞ്ഞിരിക്കട്ടെ. അവള് പറഞ്ഞാൽ അവള് സമ്മതിക്കത്തില്ല. അവള് സമ്മതിക്കത്തില്ല. അമ്മ പറയില്ല, അവളോട് പറയരുത് കേട്ടോ. കേട്ടോ കൊച്ചേ, ഇവനൊരു പെണ്ണിനെ കണ്ടു വെച്ചിട്ടുണ്ടെന്നാ പറയുന്നത്. നാണമുണ്ട്. ഈ പ്രായത്തിൽ 19-16 വയസ്സുള്ളപ്പോ ഇയാൾ കെട്ടാൻ പോവാന്നോ? നാട്ടുകാരെന്തോ പറയും. അവക്ക് പഴം പുഴുങ്ങി കൊടുക്കാനായിരിക്കും എനിക്കൂടെ അവകാശപ്പെട്ട ഈ പറമ്പിൽ വാഴ വെച്ചല്ലയോ? ഞാൻ സമ്മതിക്കത്തില്ല.